വന്ദേ മാതരം എന്ന ഗാനം അതിമനോഹരമാണ്, നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഗാനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗീതമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗീതമായിരുന്ന ജനഗണമന നമ്മൾ ദേശീയ ഗാനമായും വന്ദേ മാതരത്തെ ഒരു ദേശീയ ഗീതവുമായും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. രണ്ട് ദേശീയ ഗാനം പറ്റില്ലല്ലോ, അപ്പോൾ ഒന്ന് ദേശീയ ഗീതം എന്നുള്ള പേരിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടും കാര്യം തുല്യമാണ്. വന്ദേ മാതരം മനോഹരമായ പാട്ടാണ്. നമുക്കൊരു ഒരു രാജ്യത്തെക്കുറിച്ചുള്ള സ്നേഹവും ഒരു പൗരബോധവും ദേശസ്നേഹവും ഉണർത്തുന്ന നല്ല പാട്ടാണ്, എല്ലാവരും പാടേണ്ടതുമാണ്. പക്ഷെ അതിൽ രണ്ട് വരി വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ദേവി ദുർഗ പൂജയുമായി ബന്ധപ്പെട്ട രണ്ട് വരിയാണ്. അത് എഴുതാനുണ്ടായ സാഹചര്യം, ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിയാണ്. ബംഗാളിൽ ദുർഗാ പൂജ വളരെ പ്രസിദ്ധമാണ്. ദുർഗാദേവിയാണ് അവരുടെ ആരാധന കഥാപാത്രം. അങ്ങനെ കവി എഴുതി വന്നപ്പോൾ അതിനകത്ത് രണ്ട് വാക്ക് വന്നു. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ വന്ദേ മാതരം പാടുമ്പോഴൊക്കെ പലപ്പോഴും ഈ രണ്ട് വരി പാടാറില്ല. പ്രത്യേകിച്ച് മുസ്ലിംസൊക്കെ ഉള്ള കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അവർ പാടാറില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമുക്കിതിന് കുറ്റം പറയാനും പറ്റില്ല. കാരണം അവർ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരല്ല. വിഗ്രഹാരാധനയിൽ വിശ്വസിക്കാത്തവർ വിഗ്രഹാരാധനയുള്ള ദേവിമാരുടെ ദേവന്മാരുടെ പാട്ടുകൂടി ദേശീയ ഗാനം എന്ന രീതിയിൽ പാടണം എന്ന് പറയുന്നതൊരു നല്ല ജനാധിപത്യമല്ല, ഒരു കാരണവശാലും അല്ല അത്. പക്ഷെ സംഭവിക്കുന്നത് വേറെ കുറേ കാര്യങ്ങളാണ്. AICC ആസ്ഥാനത്ത് ദേശീയ ഗാനം വന്ദേ മാതരം പാടുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വന്ദേ മാതരം പാടിയതും ഇത്രയും പ്രസിദ്ധമാക്കിയതും കോൺഗ്രസ്സാണ്, വേറെ ആരുമല്ല. അത് കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാണ് ശരിക്കും വന്ദേ മാതരം, BJPക്ക് അവകാശപ്പെട്ടതല്ല ശരിക്കും, തമാശ പറഞ്ഞാൽ. പക്ഷേ ഈ രണ്ട് വരിയും കൂടി ചേർത്ത് ഒരു ശകലം അതിനകത്തൊരു എരിവും പുളിയും സുഖവും കണ്ടെത്താൻ BJP ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം നമ്മുടെ രാജ്യം ബഹുസ്വരതയുടെ രാജ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും താമസിക്കണം ഇവിടെ. ഇത് ഹിന്ദു രാഷ്ട്രമല്ല. ഇത് ഹിന്ദു രാഷ്ട്രമായി ഔദ്യോഗികമായിട്ട് ഭരണഘടനാപരമായ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ശരി, അങ്ങനത്തെ പാട്ടുകളൊക്കെ വരും, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കേൾക്കുക, അല്ലാത്തവർക്ക് പോകാം എന്ന് പറയാം. ഇതങ്ങനല്ല. ഇത് നാനാജാതി മതസ്ഥർക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു മണ്ണാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കേരളത്തിൻ്റെ മണ്ണിൽ, ഇന്ത്യൻ മണ്ണിൽ, ഭാരതത്തിൻ്റെ മണ്ണിൽ അങ്ങനെ ഒരു വിഭാഗീയമായ ഒരു ചിന്ത നല്ലതല്ല. തീർച്ചയായിട്ടും ഇന്നലെ സംഭവിക്കേണ്ടിയിരുന്നത്, പാടുന്നതിന് മുമ്പ് ആ സ്റ്റാൻസ പാടണ്ട എന്ന് വേണമെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും പറയാമായിരുന്നു. പക്ഷേ അവർ അത് പറയാതെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ആക്ഷനൊക്കെ കാണിച്ചു. രമേശ് പിന്നെ പറഞ്ഞത് കസേര കൊണ്ടുവരാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ചാനലുകൾ കാണുമ്പോൾ അങ്ങനെയല്ല. ആ പാട്ട് പാടും, ആ ലൈൻസ് എത്തുമ്പോഴാണ് ഇവർ ചെറിയ അസ്വസ്ഥത കാണിക്കുകയും പാടണ്ട എന്നുള്ള നിലയിൽ പറഞ്ഞത്. ഇതിനൊരു രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസും എടുക്കരുത്, BJPയും എടുക്കരുത്. ഇത് പാടിയാലേ എല്ലാവരും പാടിയേ പറ്റൂ, നിർബന്ധം, മദ്രസകളിലടക്കം ഇത് നിർബന്ധം പാടിയേ പറ്റൂ എന്നൊരു പിടിവാശിയിലേക്ക് BJP പോകരുത്. പ്രത്യേകിച്ച് ബംഗാളിലൊക്കെ അങ്ങനെ ചില സൂചനകൾ വരുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ പോകരുത്. വന്ദേ മാതരം എന്ന് പറയുന്നത് മനോഹരമായ പാട്ടാണ്. അതിൽ രണ്ട് വരി ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് സ്റ്റാൻസിലെത്തുമ്പോൾ രണ്ട് വരി വിഗ്രഹാരാധനയായി ബന്ധപ്പെട്ടതാണ്. അതൊന്നുകിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും മനോഹാരിത, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തവർ പാടണ്ട എന്ന് പറയണം. ഇത് സമ്പൂർണ്ണമായി അത് പാടണമെന്ന് ഉത്തരവിറക്കിയാൽ അതൊരു തരം സുഖമുള്ള ഉത്തരവല്ല, അത് ശരിയായ നടപടിയല്ല. ഒരു രാജ്യത്ത്, ബഹുസ്വരതയുള്ള രാജ്യത്ത്, ഇത് ദേശീയഗാനം ഇതാണ്, സമ്മതിച്ചു. ആ ദേശീയഗാനത്തിൽ ആ ബഹുസ്വരയിൽ വരുന്ന കുറച്ച് ആളുകൾക്ക് പാടാൻ കഴിയാത്ത, മതപരമായി കഴിയില്ലല്ലോ, വിശ്വാസ പ്രമാണം അനുസരിച്ച് കഴിയില്ലല്ലോ, കഴിയാത്തൊരു കാര്യം ചെയ്യണം എന്ന് അവരോട് പറയുന്നത് സുഖമല്ല. അത് നമ്മുടെ സനാതനധർമ്മത്തിന് എതിരാണ്. സനാതനധർമ്മത്തിൽ കൃത്യമായി യുക്തിവാദികളെ അടക്കം, ചാർവാഹകന്മാരെ അടക്കം ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സംസ്കൃതിയുടെ ബാക്കി പത്രമാണ് നമ്മൾ. അതുകൊണ്ട് ഇന്ത്യൻ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് BJP എങ്കിൽ, സംഘപരിവാർ എങ്കിൽ ഇതിൽ വിട്ടുവീഴ്ചയല്ല, ഇതിലൊരു മാറ്റത്തിന് തയ്യാറാകണം. ആ പാട്ടിൽ രണ്ട് ലൈൻസ് ഇല്ലാതെ പാടിയതുകൊണ്ട് ഒരു ദേശസ്നേഹവും ഇവിടെ കുറയുന്നില്ല, ഒരു ദേശസ്നേഹം കൂടുകയുമില്ല. അതേസമയം ഒരു വിഭാഗം ജനങ്ങൾക്ക്, അത് ക്രിസ്ത്യാനികളാകട്ടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്, അവർ അള്ളാഹുവിൻ്റെ വിഗ്രഹമോ ഒന്നും, മറ്റൊരാണെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുവിൻ്റെ പ്രതിമയെങ്കിലും വയ്ക്കും. ഇത് അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിമ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ അങ്ങനെ ഇല്ലാത്തവരാണ്. അപ്പോൾ ഇല്ലാത്ത പ്രതിമ വയ്ക്കാൻ പറ്റാത്ത, വിഗ്രഹാരാധന പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം കൂടി ഇവിടെ ഉള്ളത് കൊണ്ട് അവരെയും നമുക്ക് വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്
ഇന്ത്യൻ ബഹുസ്വരതയുടെ ചിത്രം. അത് BJPയും സംഘപരിവാറും ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഇത് ഒന്നുകിൽ ഇത് ഓപ്ഷണലാക്കുക, അല്ലെങ്കിൽ ആ ലൈൻസ് മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ആ ലൈൻസും ചേർത്ത് വെച്ച് നിർബന്ധമായി പാടിക്കണം എന്ന് ഉത്തരവുകൾ ഇറക്കുന്നത് ഒരു വല്ലാത്ത ഫാസിസമാണ്. അത് ഫാസിസത്തിൻ്റെ വലിയ രൂപമാണ്. വലിയ രൂപമെന്ന് പറയാനാകില്ല, ചെറിയ സൂക്ഷ്മ രൂപമാണ്. പക്ഷേ അത് ശരിയല്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ശരിയല്ല. അതിനകത്ത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നുള്ള ആംഗിളേ അല്ല ഞാൻ പറയുന്നത്. തിരിച്ചെടുത്ത് നോക്കുക. ഈ മുസ്ലിംസിന് ഒരു ഡോമിനേഷൻ കിട്ടിയ ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മുസ്ലിംസിന് ഒരു ഡോമിനേഷൻ കിട്ടി, അവർ ഒരു പാട്ടിറക്കുന്നു. ആ പാട്ടിൽ അള്ളാഹു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വരി, 1-2 വരി, പിന്നെ മുഹമ്മദ് എന്നോ അള്ളാഹു എന്നോ എഴുതി വെച്ചിട്ട് അതെല്ലാവരും പാടണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ പാടുമോ എന്നൊരു ചോദ്യവും കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ പാടാൻ പറഞ്ഞാൽ ഒരുപക്ഷെ പാടുമായിരിക്കും. നിർബന്ധവും നിയമവും കർക്കശവും കൊണ്ട് പലതും ചെയ്യുമായിരിക്കും. പക്ഷേ ഉള്ളിൽ സ്നേഹം കൊണ്ടല്ല അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യരുത്.